അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ദിക്റുകൾ വേർതിരിച്ചെഴുതാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. യോജിച്ച ദിക്റുകൾ വേർതിരിച്ചെഴുതുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ നിയ്യത്ത്. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഉസല്ലി ഫർളൽ ളുഹ്രി. അപ്പൊ ഒന്നാമത്തെ നിസ്കാരത്തിലെ നിയ്യത്ത്. അപ്പൊ അതേതാണ്? ഉസല്ലി ഫർളൽ ളുഹ്രി എന്നുള്ളതാണ്. അപ്പൊ അതവിടെ എടുത്തെഴുതുക. രണ്ടാമത്തത് ഇഖാമത്തിൽ പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അപ്പൊ അവിടെ ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് സുബ്ഹ് ബാങ്കിൽ പറയേണ്ടത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളതാണ് സുബ്ഹി ബാങ്കിൽ പറയേണ്ടത്. അപ്പൊ അതവിടെ എടുത്തെഴുതുക. ഇനി നാലാമത്തത് റുക്കൂഇൽ ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് മേലെ നിന്ന് എടുത്തെഴുതുക. ഇനി അവസാനത്തത് സുജൂദിൽ ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. ഇനി അടുത്ത ഭാഗം നോക്കാം. രണ്ടാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. അപ്പൊ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ മേലെ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതുന്നു. നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതുന്നു. എന്താണ്? ഓരോ സൂറത്ത്. അപ്പൊ സൂറത്താണ് ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതേണ്ടത്. ഇനി രണ്ടാമത്തത് ഫാത്തിഹക്ക് മുമ്പ് ഓതുന്നു. അപ്പൊ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഓതുന്നു. എന്താണ്? അഊദു എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും അഊദു എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് ഫാത്തിഹക്ക് ശേഷം പറയുന്നു. അപ്പൊ ഫാത്തിഹക്ക് ശേഷം എന്താണ് പറയാറ്? ആമീൻ എന്നുള്ളതാണ്. നാലാമത്തത് 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്ത്. അപ്പൊ അവിടെ സുന്നത്ത് എന്ന് എടുത്തെഴുതുക. 5ാമത്തെ ചോദ്യം, വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ ഏതാണ്? ബ്രാക്കറ്റിൽ യോജിച്ചത് ഏതാണ്? 4 എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4 എന്നുള്ളത് എടുത്തെഴുതുക. ഇനി 6ാമത്തത് 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് സുന്നത്തില്ല. എന്താണ്? ബാങ്ക്. അപ്പൊ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തൊരു സംഭവമാണ് ഇത് ബാങ്ക് എന്നുള്ളത്. അപ്പൊ അതവിടെ എടുത്തെഴുതി കൊടുക്കുക. ഇനി 3ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. താഴെ 2ഓളം കാര്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ക്രമം തെറ്റിച്ചിട്ടാണ് നൽകിയത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കി എഴുതണം. ഒന്നാമത്തെ നോക്കാം. വമിൽഅ മാ ശിഅ്ത വമിൽഅൽ അർളി മിൽഅ സമാവാതി മിൻ ഷൈഇൻ ബഅദ് റബ്ബനാ ലക്കൽ ഹംദു. അപ്പൊ അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും? ക്രമത്തിലാക്കി എഴുതുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് വരും. അപ്പൊ അവിടെ മിൽഅ സമാവാതി എന്ന് കഴിഞ്ഞതിന് ശേഷം എന്തുകൂടെയുണ്ട്? വമിൽഅൽ അർളി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വൽ അർളി എന്ന് മാത്രമാണ് കൊടുത്തത്. കൂട്ടി ക്രമത്തിലാക്കി വരുന്നത് ഇങ്ങനെയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്നാണ് വരിക. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് വഹ്ദിനി വആഫിനി വർഫഅനി വർസുഖ്നി വജ്ബുർനി വറഹംനി റബ്ബി അഗ്ഫിർലി എന്നാണ് അവിടെ ചോദ്യമായിട്ട് കൊടുത്തത്. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് വരും. ഒന്നാമത്തത് റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി വമിൽഅൽ അർള വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് വരും. രണ്ടാമത്തത് റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് വരും.
ഇനി നാലാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, വുളൂ ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. അപ്പോൾ അവിടെ തഹൂറായിരിക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ തഹൂർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വുളൂ ചെയ്യുന്ന വെള്ളം എങ്ങനെയായിരിക്കണം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായിരിക്കണം. അപ്പോൾ വുളൂ ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ പുരുഷൻ മുട്ടുപൊക്കിളിന്റെ ഇടയും സ്ത്രീ മുഖവും 2 മുൻകൈയും ബാക്കി എന്ത് വരും? അല്ലാത്തവയും മറയ്ക്കണം എന്നാണ്. നിസ്കാരത്തിൽ പുരുഷൻ മുട്ടുപൊക്കിളിന്റെ ഇടയും സ്ത്രീ മുഖവും 2 മുൻകൈയും അല്ലാത്തവയും, അഥവാ മുഖവും മുൻകൈയും എന്താക്കാം? തുറന്നിടാം. അല്ലാത്തവയും എന്താക്കണം? അല്ലാത്ത മുഴുവൻ ഭാഗങ്ങളും മറയ്ക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ അല്ലാത്തവയും മറയ്ക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഒരു മുസ്ലിം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ്. അപ്പൊ അവിടെ നിസ്കാരമാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഒരു മുസ്ലിം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ്. ഇനി നാലാമത്തത്, ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. അപ്പൊ അവിടെ നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഭാഗം, ഫർള് നിസ്കാരങ്ങളുടെ വിട്ടുപോയ പേരുകൾ എഴുതാം. അപ്പൊ താഴെ വിട്ടുപോയ പേരുകളാണ് എഴുതാനുള്ളത്. അപ്പൊ ളുഹർ എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ എഴുതാത്തത് അസ്വർ എന്നുള്ളതാണ്. അപ്പൊ അവിടെ അസ്വർ എന്ന് എഴുതി ചേർക്കുക. മൂന്നാമത്തത് മഗ്രിബ് എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതാനുള്ളത് ഇഷാ എന്നുള്ളതും സുബ്ഹ് എന്നുള്ളതുമാണ്. അപ്പൊ അവിടെ ളുഹർ, അസ്വർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ്. ഇനി അവസാനത്തെ ഭാഗമാണ് ആറാമത്തെ ഭാഗമാണ്. അത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒറ്റ ചോദ്യം മാത്രമേ അവിടെ നൽകിയിട്ടുള്ളൂ. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വുളൂഇൽ ഒന്നിച്ച് 3 തവണ തടവണം ഏത്? വുളൂഇൽ ഒന്നിച്ച് 3 തവണ തടവണം ഏത്? എന്താണ് വുളൂഇൽ 3 തവണ ഒരുമിച്ച് തടവേണ്ടത്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെവി രണ്ടും. അപ്പൊ ചെവി രണ്ടുമാണ് വുളൂഇൽ ഒന്നിച്ച് 3 തവണ കഴുകേണ്ട അവയവം. അപ്പൊ ദുആവസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.